everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ രണ്ട് അടിപൊളി ഫംഗ്ഷൻസ് ആണ്. രണ്ട് ഫംഗ്ഷൻസേ ഉള്ളൂ എങ്കിലും രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് ഫോർമുലാസ് നമുക്ക് തരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സബ് ടോട്ടൽ ഫംഗ്ഷൻ ആണ്. ഈ സബ് ടോട്ടൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 11 ഫംഗ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സബ് ടോട്ടൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു വർക്ക്ഷീറ്റ് ആണുള്ളത്. ഇതിൽ സെയിൽസ് പേഴ്സൺ ഉണ്ട്, പ്രോഡക്റ്റ്, കസ്റ്റമർ, ഡേറ്റ്, ഐറ്റം കോസ്റ്റ്, നമ്പർ ഓഫ് ഐറ്റംസ്, ടോട്ടൽ കോസ്റ്റ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. ഈ ഒരു വർക്ക്ഷീറ്റ് നോക്കുന്നയാൾക്ക് മനസ്സിലാവുക എന്താണ്, കുറച്ച് പ്രോഡക്ട്സിൻ്റെ സെയിൽസ് ഡാറ്റയാണ് ഈ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ മാനേജർ എന്നോട് വന്നിട്ട് പറയുകയാണ് ഓരോ സെയിൽസ് പേഴ്സൺസും എത്ര എമൗണ്ടിന് സെല്ല് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് വേണം. അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റും എത്ര എമൗണ്ടിന് സെല്ലായി, ഒന്നുകിൽ പ്രോഡക്റ്റിൻ്റെ ബേസിൽ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൻ്റെ ബേസിൽ. ഓക്കെ, ഇതിലേത് തന്നെയായാലും നമുക്ക് വളരെ ക്വിക്കായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് സബ് ടോട്ടൽ എന്ന് പറയുന്നത്. ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അതേപോലെ തന്നെ എസ്പെഷ്യലി അക്കൗണ്ടൻസിന് ഒരുപാട് യൂസുള്ള ഫംഗ്ഷനാണ് ഈ സബ് ടോട്ടൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സബ് ടോട്ടൽ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോർട്ടിംഗ് ആണ്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു സെല്ലിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ സോർട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ നമുക്കിവിടെ ഡാറ്റ ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ സോർട്ട് എന്നുള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സോർട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയിട്ട് A to Z സോർട്ട് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ Z to A എടുക്കാം, ഏത് സോർട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. A to Z എടുക്കുമ്പോൾ അർണോൾഡ് ആണ്, അതായത് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേര് ആദ്യം വരും. ഓക്കെ, അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഗ്രൂപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ ടാബിൽ പോവുക. ദെൻ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം സബ് ടോട്ടൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അല്ലേ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുള്ള സെയിൽസ് പേഴ്സണെ വെച്ചിട്ട് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ സെയിൽസ് പേഴ്സൺ ആണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സം ആണ്. നിങ്ങൾക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. കൗണ്ട്, ആവറേജ്, മാക്സ്, മിൻ, പ്രോഡക്റ്റ്, കുറേ ഓപ്പറേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ സം ആണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ആഡ് സബ് ടോട്ടൽ ടു, ടോട്ടൽ കോസ്റ്റ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. ടോട്ടൽ കോസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ആ ടോട്ടൽ കോസ്റ്റ് തന്നെ ഇവിടെ ടിക്ക് മാർക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ സെയിൽസ് പേഴ്സൺ എടുത്തു. പിന്നെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ കൊടുക്കുക. ദെൻ എന്തിൻ്റെ ടോട്ടലാണോ കാണേണ്ടത് അതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്താണ് നമ്മുടെ മാജിക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ ഓരോ സെയിൽസ് പേഴ്സണിനെയും ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് അർണോൾഡ് എത്ര എമൗണ്ടിന് സെല്ല് ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ കാണാം. അങ്ങനെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും സെല്ല് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. നമ്മളൊരു ഫോർമുലയോ ഫംഗ്ഷനോ ഒന്നും ടൈപ്പ് ചെയ്യാണ്ട് തന്നെ നമുക്ക് വളരെ ക്വിക്കായിട്ട് കിട്ടി അല്ലേ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുലയും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അതേപോലെ തന്നെ ഓരോ സെയിൽസ് പേഴ്സൺസും ഏത് പ്രോഡക്റ്റ് ആണ് സെല്ല് ചെയ്തത് എന്നുള്ളതുണ്ട്, അതേപോലെ തന്നെ ആർക്കാണ് സെല്ല് ചെയ്തത്, അങ്ങനെയുള്ള എല്ലാം സോർട്ട് ചെയ്തിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം 1, 2, 3 എന്നുള്ള ഓപ്ഷൻസ് കാണാം അല്ലേ. ഈ 1 ആണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഗ്രാൻഡ് ടോട്ടൽ എനിക്കിവിടെ കാണാം. കണ്ടോ, അതായത് എല്ലാവരും കൂടി സെല്ല് ചെയ്ത എമൗണ്ട് ആണ് ഈ കാണുന്നത്. ഇനി സെക്കൻഡ് പേജ് എടുക്കുകയാണെങ്കിൽ കണ്ടോ, സെയിൽസ് പേഴ്സൺസും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും അവർ സെല്ല് ചെയ്ത എമൗണ്ടും മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റ മാത്രമേ വേണ്ടുമെങ്കിൽ ഇവിടുന്ന് തന്നെ നിങ്ങൾക്കൊന്ന് ഈ 2 കോളം മാത്രം കോപ്പി ചെയ്തിട്ട് മറ്റൊരു വർക്ക്ഷീറ്റിലേക്ക് ആക്കാവുന്നതാണ്. അതായത് നമുക്ക് ഈ ഒരു ഡാറ്റ മാത്രം, അതായത് ഓരോ സെയിൽസ് പേഴ്സണും എത്ര എമൗണ്ടിന് സെല്ല് ചെയ്തു എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ ഈ ഒരു സംഭവം മാത്രമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി തേർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഡാറ്റയാണ് വരിക, അതായത് നേരത്തെ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ആ സംഭവങ്ങൾ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഡാറ്റ. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, സബ് ടോട്ടൽ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്, എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് വേണ്ട എങ്കിൽ തിരിച്ച് ഡാറ്റ ടാബിൽ പോവുക, സബ് ടോട്ടൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് റിമൂവ് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എല്ലാം പോകുന്നതായിരിക്കും. ഇനി നമുക്കിപ്പോൾ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ട്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു കോസ്റ്റ് കാണേണ്ടതെങ്കിൽ, അതായത് ഓരോ പ്രോഡക്റ്റും എത്ര എമൗണ്ടിന് സെല്ല് ചെയ്തു എന്നറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ കോളത്തിൽ വയ്ക്കുക. ദെൻ ഇതാദ്യം സോർട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്രാവശ്യം നമുക്ക് സെറ്റ് ടു എ സോർട്ടിങ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യുക, സബ് ടോട്ടലിലേക്ക് പോവുക. ഇവിടെ വന്നിട്ടുള്ളത് സെയിൽസ് പേഴ്സൺ ആണ്. അത് നമ്മൾ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം, പ്രോഡക്റ്റ് കൊടുക്കണം. ഇതാണ് ഡിഫറൻസ് ഉള്ളത്. അതായത് നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇനി യൂസ് ഫംഗ്ഷൻ എന്നുള്ളത് സം തന്നെയാണ് കൊടുക്കുന്നത്, ടോട്ടൽ കോസ്റ്റ് തന്നെയാണ്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇവിടെ ഓരോ പ്രോഡക്റ്റും ഗ്രൂപ്പായിട്ട് ടോട്ടൽ എമൗണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് ടോട്ടൽ ഫംഗ്ഷൻ എന്നുള്ള മാജിക്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ്. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു 19 ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് സം,
കൗണ്ട്, ആവറേജ്, മാക്സിമം, മിനിമം, പ്രോഡക്റ്റ്, അങ്ങനെ നമ്മുടെ ഈ ലിസ്റ്റ് അങ്ങ് നീണ്ടു പോകും. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മറ്റൊരു വർക്ക്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അഗ്രിഗേറ്റ് ഫംഗ്ഷന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇതിന് ഹിഡൻ റോസും അതേപോലെ തന്നെ എറർ വാല്യൂസും ഒക്കെ ഇഗ്നോർ ചെയ്തിട്ട് കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സെയിൽസ് ഡാറ്റയാണുള്ളത്. അതായത് പ്രോഡക്റ്റ്, കാറ്റഗറി, എമൗണ്ട്, ഡേറ്റ്, കൺട്രി. ഓരോ കൺട്രിയിലും ഈ ഫ്രൂട്ട്സ് ഒക്കെ സെല്ല് ചെയ്തതിൻ്റെ എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എമൗണ്ടിൻ്റെ ടോട്ടലാണ് ഞാനിവിടെ കാണാൻ പോകുന്നത്. അത് സം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു എറർ വാല്യൂസ് ഇഗ്നോർ ചെയ്തിട്ട് കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ. നമുക്ക് ഇവിടെയായിട്ട് ഒരു വാല്യൂ എറർ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത് നോക്കാം, രണ്ട് ഫംഗ്ഷൻസും യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ സം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈക്വൽ ടു ഇടുന്നു, ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ നമ്മൾ എൻ്റർ കീ അടിച്ച ഉടനെ തന്നെ നമുക്ക് കിട്ടിയത് വാല്യൂ എറർ ആണ്. അതായത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ തന്നെ, ഈ ഒരു വർക്ക്ഷീറ്റിൽ തന്നെ ഒരു എറർ ഉള്ളതുകൊണ്ടാണ് സം ഫംഗ്ഷനും എറർ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ഇനി അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. അഗ്രിഗേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണോ നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ, അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ എല്ലാത്തിനും ഓരോ നമ്പർ ആയിരിക്കും വരിക. അതായത് ആവറേജ് പെർഫോം ചെയ്യാനാണെങ്കിൽ 1 എന്ന് വരും, കൗണ്ട് ആണെങ്കിൽ 2 എന്ന് വരും. ഓക്കെ, അങ്ങനെ പോകും. അപ്പോൾ നമ്മളിവിടെ സം ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. സം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. കണ്ടോ, അങ്ങനെ ഓരോ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ ഓരോ നമ്പർ ആയിരിക്കും. ഇനി സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഇഗ്നോർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ കാൽക്കുലേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഗ്നോർ ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു സംഭവം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും ഇഗ്നോർ ചെയ്യാനില്ലെങ്കിൽ ഇഗ്നോർ നത്തിങ് എന്നുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇഗ്നോർ എറർ വാല്യൂസ് ആണ്. ഓക്കെ, അതിൻ്റെ നമ്പർ 6 ആണ്. അടുത്തത് അറേ ആണ്. അതായത് നമുക്ക് ഏതിൻ്റെ കാൽക്കുലേഷൻ ആണോ ചെയ്യേണ്ടത് ആ അറേ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ എമൗണ്ടിൻ്റെ അറേ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യണം. കണ്ടോ, നമുക്ക് വാല്യൂ എററിനെയൊക്കെ തന്നെയും ഇഗ്നോർ ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സമ്മും അഗ്രിഗേറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹിഡൻ റോസ് ഒക്കെ ഇഗ്നോർ ചെയ്തിട്ട് കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ ഈ അഗ്രിഗേറ്റ് ഫംഗ്ഷന് സാധിക്കുമെന്ന്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എമൗണ്ടിൻ്റെ കോളത്തിൽ നിന്ന് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ വാല്യൂ എററൊക്കെ മാറ്റിയിട്ട് കംപ്ലീറ്റ് എമൗണ്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് സെൽസിൽ വന്നിട്ടുണ്ടെങ്കിൽ സമ്മും അഗ്രിഗേറ്റും ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 3,89,345 ആണ്. അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്തോളാം. ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിഡൻ റോസിനെ എങ്ങനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഹെഡേഴ്സിന് ഒരു ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. Ctrl+Shift+L ആണ് ഫിൽറ്ററിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം ഹെഡേഴ്സിനൊക്കെ തന്നെ ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കാറ്റഗറിയിൽ പോയിട്ട് ഞാനിവിടെ ഫ്രൂട്ട്സ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ ഫ്രൂട്ട്സ് മാത്രം സെലക്ട് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ മാത്രം ടോട്ടൽ സെയിൽ എത്ര നടന്നു എന്നുള്ളതാണ് ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഈ ലിസ്റ്റിൽ ഫ്രൂട്ട്സ് മാത്രമാണ് അല്ലേ. ഇതാ താഴേക്ക് പോയി കഴിഞ്ഞാലും ഫ്രൂട്ട്സ് മാത്രമാണ് ഉള്ളത്. നേരത്തെ ചെയ്തു വെച്ചിരുന്ന സമ്മൊക്കെ പോയിട്ടുണ്ട്, കാരണം ഫ്രൂട്ട്സിനെ മാത്രം നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്തു. ഇനി ഞാനിവിടെ സം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒന്ന് ടോട്ടൽ നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, ദെൻ നമ്മുടെ അറേ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, 3,89,345 തന്നെയാണ് വന്നിട്ടുള്ളത്. ഫിൽറ്റർ യൂസ് ചെയ്യുന്നതിന് മുൻപേ ഉള്ള വാല്യൂ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അതായത് ഹിഡൻ റോസും കൂടി എടുത്തിട്ടാണ് സം ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അഗ്രിഗേറ്റ് യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ചെയ്യാം. ഈക്വൽ ടു അഗ്രിഗേറ്റ്, ആദ്യം സം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ കോമ ഇടുന്നു. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇഗ്നോർ ഹിഡൻ റോസ് എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്യുന്നു. ദെൻ കോമ ഇടുന്നു. ഇനി നമ്മുടെ അറേ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ പാരന്തസിസ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യണം. 2,86,730ക്കുള്ള ഫ്രൂട്ട്സ് ആണ് സെല് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മാത്രം എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ സബ് ടോട്ടൽ കാണിച്ചു തന്നു. സബ് ടോട്ടലിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ സം കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാര്യമായ നോളജ് ഇല്ല, ഫിൽറ്റർ യൂസ് ചെയ്യാൻ അറിയാം എന്നാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ, അതായത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും ആ ഒരു 19 ഓപ്പറേഷൻസിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു ഫംഗ്ഷൻ കൂടി യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതായത് മാക്സിമം കാണണമെന്നിരിക്കട്ടെ. ഏറ്റവും മാക്സിമം എത്ര എമൗണ്ടിന് സെല് ചെയ്തു എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ഇടുന്നു, അഗ്രിഗേറ്റ്. ദെൻ നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് മാക്സ് എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്യുന്നു. ദെൻ കോമ ഇടുന്നു. ഇപ്രാവശ്യം ഞാൻ ഇഗ്നോർ നത്തിങ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇല്ല. ദെൻ എഗെയിൻ കോമ ഇടുന്നു. ദെൻ നമ്മുടെ അറേ സെലക്ട് ചെയ്യുന്നു.
നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. 9543 എന്നുള്ളതാണ് എമൗണ്ടിൽ വെച്ചിട്ട് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓപ്പറേഷൻസ് ഒന്നും തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എല്ലാത്തിനും നമ്പർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ്റെ മറ്റൊരു കിടിലൻ യൂസ് ഞാൻ കാണിച്ചു തരാം. അതായത് എനിക്ക് ഏറ്റവും മാക്സിമം ഉള്ള 2 വാല്യൂസ് റിട്ടേൺ ചെയ്യണം എന്നിരിക്കട്ടെ. ആദ്യത്തെ 2 വാല്യൂസ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസിനെ റിട്ടേൺ ചെയ്യണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഈക്വൽ ടു ഇടുന്നു അഗ്രിഗേറ്റ്. ദെൻ ഇപ്രാവശ്യം ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് എന്നുള്ളതാണ്. ഓക്കെ, ലാർജ് സെലക്ട് ചെയ്യുന്നു, 14 ആണ് അതിൻ്റെ നമ്പർ. ഇഗ്നോർ നത്തിങ് സെലക്ട് ചെയ്യുന്നു, ദെൻ കോമ ഇടുന്നു, നമ്മുടെ അറേ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് വാല്യൂസ് മാത്രം സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഈ ഒരു 8 സെൽസ് മാത്രമാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ കോമ ഇടുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരന്തസിസ് ഇങ്ങനത്തെ ഒരു ബ്രേസ് ഓപ്പൺ ചെയ്യുക. ഇത്ര വാല്യൂസ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? 1, 2. അതായത് 2 ലാർജസ്റ്റ് വാല്യൂസ് ആണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ആ 2 എണ്ണം ഇട്ട് കൊടുത്തു. ദെൻ അഗെയിൻ ഈ ഒരു ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ദെൻ നമ്മുടെ പാരന്തസിസും ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമ്മൾ ഇത്രയും സെൽസ് ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് 6946 തന്നെയാണ്. ദെൻ സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുന്നത് 3595 ആണ്. കണ്ടോ, ഇങ്ങനെ നമുക്ക് എത്ര വാല്യൂസ് വേണമെങ്കിലും ഡിസ്പ്ലേ ചെയ്യാം. ഇപ്പോൾ ഇതിൽ 3 വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോമ ഇട്ടിട്ട് 3 എന്ന് കൂടി ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 സെൽസിലേക്കായിട്ട് നമുക്ക് ഹയസ്റ്റ് ആയിട്ടുള്ള 3 വാല്യൂസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ സ്മോളസ്റ്റും കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ സബ് ടോട്ടൽ ഫംഗ്ഷനും അഗ്രിഗേറ്റ് ഫംഗ്ഷനും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.